لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله مولانا العظيم. كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. قال رسول الله صلى الله عليه وسلم. ബഹുമാനികളെ, ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളോട് സംസാരിച്ച വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യുന്നു. അല്ലാഹു ചെയ്ത നിഅമത്തിനെ നമ്മുടെ ജീവിതകാലത്ത് മുഴുവനും അല്ലാഹുവിന് ശുക്ർ ചെയ്താലും അതിലേക്ക് മുഖാബിലായിട്ടുണ്ടാവില്ല. അത്രയും നിഅമത്തുകൾ അല്ലാഹു തആല നമ്മൾക്ക് ചിന്തിച്ചാൽ എത്താത്ത നിഅമത്തുകൾ. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയ ഒരു സൂറത്താണ് വൽആദിയാതി ളബ്ഹ. അതേക്ക് മുമ്പുള്ള സൂറത്ത് ആയത്തല്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നു. വൽആദിയാത്തിലല്ല, എന്താണ് ചോദ്യം? അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. പരിശുദ്ധ ഖുർആനിലെ ചെറിയ ആയത്ത്. മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിഅമത്തിൽ അല്ലാഹു ചോദിക്കുന്നു അലം നജഅൽ ലഹു ഐനൈനി. ആ മനുഷ്യനിക്ക് നമ്മൾ രണ്ട് കണ്ണിനെ കൊടുത്തിട്ടുണ്ട്. കണ്ണ്, ഈ കണ്ണിനുള്ള ഗുണത്തിനെ കണ്ണ് ഇല്ലാണ്ടാവുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ ഞാൻ നല്ല സുഖത്തിലുള്ള പൊത്തുപോതി കൊണ്ടല്ല ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി കൊണ്ട് ഒരു കണ്ണിനിക്കുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഈ ഇത്തര കൊല്ലം ഞാൻ നോക്കിയത് പൊത്തുപോതി ഖുർആനോദിന്റെ ഫലം മനസ്സിലായത്. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു അലം നജഅൽ ലഹു ഐനൈനി. ആ മനുഷ്യനിക്ക് ഞങ്ങൾ രണ്ട് കണ്ണിന് കൊടുത്തിട്ടില്ലയോ? ഞാൻ പറയുന്നു, നീ ആടെ ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ നിനക്ക് റൂമിൽ താമസിക്കാൻ വേണ്ടി തന്നില്ല, നിനക്ക് ഞാൻ പൈസ കടം തന്നില്ല, നിനക്ക് ഇതെല്ലാം ചോദിക്കലില്ലേ? ആ ചെയ്ത നിഅമത്തിനെ ഒന്ന് പറയും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിനെ അല്ലാഹു പറയുന്നത് രണ്ട് കണ്ണിനെ. ആ കണ്ണിനെക്കുള്ള അത്ഭുതങ്ങൾ മനസ്സിലാക്കുന്നു. ചെറിയ സാധനത്തിന്, വലിയ സാധനത്തിന്, എല്ലാ സാധനത്തിനെ കാണാൻ വേണ്ടി സാധിക്കും. അതിനെ പറ്റി പറഞ്ഞ കുറെ പറയാനുണ്ട്. ആ കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല രണ്ട് കോടതി തന്നിട്ട് കണ്ണിന്. ഇത് ആലോചിച്ച് നോക്കിയിട്ടാരെങ്കിലും കണ്ണിലൊക്കെ തിരിച്ചിട്ടല്ലാക്കിയാലും കൊണ്ടിട്ട് പൊട്ടി വളയും കണ്ണിന് നോക്കി ഇതിന്റെ നിഅമത്തുകളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ കണ്ണിനിക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നതിന് തടുക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചിമ്പാൻ വേണ്ടി കാതിലൊക്കെ വീടുമ്പോഴൊന്നുമല്ല, ഒരു സാധനങ്ങൾ വരുമ്പോൾ തന്നെ കണ്ണ് ചിമ്പിപ്പോയി. ഇങ്ങനെയുള്ള നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു വലിസാനൻ. നാവുകളെ ഞങ്ങൾ ചില നാവ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആ നാവ് കൊണ്ടിട്ട് എന്തെല്ലാം പറയാൻ വേണ്ടി സാധിക്കുന്നു, ഏതെല്ലാം നിരക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇല്ലേ? ഇങ്ങനെയുള്ള നാവിന് അല്ലാഹു തന്നിട്ടുണ്ട്. ആ നാവ് തന്നെങ്കിൽ മാത്രം പോരാ. ഒരാൾക്ക് രണ്ട് നാവുണ്ട്, ചിറിയില്ലാതെ കണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. ചെറിയില്ലാത്താണ് കണ്ടിട്ട് മൂക്കോട് രണ്ട് സംസാരിക്കുന്നത് പറയുന്നത് മനസ്സിലാക്കില്ല. അപ്പൊ എന്ത് വേണം? എനിക്ക് വലിസാനൻ വശഫത്തൈൻ, രണ്ട് ചിറിയിലും അല്ലാഹു തആല മനുഷ്യനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചിറിയുള്ളത് കൊണ്ട് ഇത് മതിയാകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ പല്ല് വേണം. പല്ലില്ലാത്താണ് സംസാരിക്കുന്നത്. എന്ത് പറയുന്ന മനസ്സിലാണ്, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. അത് പല്ല് ഒരു തരത്തിലാകുന്നത്. 32 പല്ലുണ്ടെങ്കിൽ അതിന്റെ സൈസ് വേറെ വേറെ പല്ല്. ഇതെല്ലാം ആലോചിക്കാൻ വേണ്ടി എത്ര പല്ലുണ്ട് നമ്മൾക്ക് തന്ന പല്ലിന്? ഇതൊരു പല്ലിങ്ങനെയാണ്. എന്താ ഈ ഇറച്ചി മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇതേപോലത്തെ പല്ലാണെങ്കിൽ ഇറച്ചി തിന്നാൻ പറ്റും. ആട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം അല്ലാഹു കൊടുത്ത പല്ലെല്ലാം അങ്ങനത്തെ പറ്റുണ്ടായ മൃഗങ്ങളെ പിടിച്ച് കടിച്ച് തിന്നാൻ വേണ്ടിയുള്ള ആ ശക്തി അല്ലാഹു തആല ഈ പല്ലിന് കൊടുത്തിട്ടുണ്ട്. അതും ആ 32 പല്ലിന് അല്ലാഹു തആല നമ്മൾക്കത് സെറ്റാക്കി തന്നിട്ടുണ്ട്. എന്തോ ഒരു രസമായി കാണുന്നു. ഇന്റർനെറ്റ് ഒന്ന് അടിച്ചു നോക്കണം. പല്ലിനെ പറ്റി ഡോക്ടർക്ക് കാണിച്ചെന്ന് ഈ ഒരു പല്ലിലേക്കുള്ള നിരപ്പുകൾ പോകുന്ന സ്ഥലങ്ങൾ എടുത്തൊക്കെ ഭയങ്കര ഒരു അത്ഭുതപ്പെട്ട ഒരു സാധനമാണ് ഈ പല്ല് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള പല്ലിനെ ഞങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്.
ആ പല്ലും നാവും ചിറിയും ചുണ്ടും ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ബിസ്മി ഓതുന്ന അവസരത്തിൽ ഈ നാവ് ഏതെല്ലാം സ്ഥലത്തേക്ക് ഓടുന്നുണ്ട്? ഹർഫുകൾ പുറപ്പെടുന്ന ഓരോരോ സ്ഥലത്തേക്ക് പോയിട്ട് ആ നാവ് പെട്ടെന്ന് ഓടിയെത്തുന്നതാണ്. സീൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്ന്, എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് വന്ന്, ഷീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓർക്കുന്നില്ല, അതിന്റെ പോകുന്നതിന് വേണ്ടി സ്ഥലത്തേക്ക് പോയി ആ ശബ്ദത്തിന് ആ നിലയ്ക്ക് പുറപ്പെടുവിക്കുന്ന ഇങ്ങനത്തെ നാവിന് തന്നിട്ടില്ലയോ? ആ നാവും പല്ലുള്ളത് കൊണ്ട് സംസാരം മനസ്സിലാവോ? രണ്ട് ചിറിയും, ഈ രണ്ട് ചിറിയും അതിനെ നമ്മ 6 മണി ഇതാക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഇതാക്കുന്നില്ല, അതിൻ്റെ ഇടയിൽ വെച്ചോണ്ട് കണ്ടിട്ടില്ലേ? എല്ലാം കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള അതുകൊണ്ടിട്ട് ഈ ശബ്ദത്തിന് നല്ല ഭംഗിയായ നിലക്ക് പുറപ്പെടുവിക്കുന്ന ആ ചിറിയിനെയും നാവിനെയും പല്ലിനെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ? പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ഇത്തരം വായിന്റെ ഉള്ളിലുള്ള ഇത്ര ചെറിയ ഒരു നിഅമത്തിനെ നമ്മൾക്കുള്ള ജീവിതകാലം മുഴുവൻ ശുക്ർ ചെയ്താലും അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ആ നിഅമത്തിനെ നമ്മുടെ ജീവിതകാലത്തിൽ പറഞ്ഞ് മട്ടമാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നിഅമത്തുകൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമ്പോൾ നമ്മൾ എന്താക്കണം? അതിലേക്ക് നന്ദിക്കണം, അതിലേക്ക് ശുക്ർ, അതിലേക്ക് ഹംദ്. അതെങ്ങനെ ഹംദ് ചെയ്യല്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഉണ്ടെങ്കിൽ അവനെ സ്തുതിക്കലാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. പരിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ച ഓതുന്നില്ലേ? അതായത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറഞ്ഞതാര്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ? അല്ല, പിന്നെ അല്ലാഹു പറഞ്ഞു. അപ്പൊ അല്ലാഹു തന്നെ അവന്റെ സ്വന്തം നഫ്സിനെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിച്ചത് നിങ്ങളോട് പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര സൂറത്തിന്റെ ഒന്നാമത്തെ സൂറത്ത് തുടങ്ങുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ പോയിട്ട് ഓരോരോ സൂറത്തിന് അൽഹംദ് കൊണ്ട് തുടങ്ങുന്നു. ഓരോരോ സൂറത്തിനുള്ള ഇടയിൽ അൽഹംദ് കൊണ്ട് അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെയുള്ള സ്തുതിന് അല്ലാഹു തആല വളരെ ഇഷ്ടപ്പെട്ടതായത് കൊണ്ടിട്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്തൊരു ഉസ്താദിക്ക് വാങ്ങുന്നു? ഉസ്താദിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വീട് സിഗരറ്റ് കൊണ്ടുവരുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഇളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുന്തിരിയുണ്ട്, എന്തെങ്കിലും കൊണ്ടുപോകാം, ഇഷ്ടപ്പെട്ട ഒന്നിനെ കൊണ്ടുപോകാം. അപ്പൊ അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അല്ലാഹു തആല എനിക്ക് ശുക്ർ ചെയ്ത നിഅമത്തിന് നന്ദി കാണിക്കുക എന്നുള്ളത് അല്ലാഹുവിനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിനെ ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിനെ എന്താണത്? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن بسم الله الحمد لله سبحان الله وبحمده سبحان الله العظيم. കലിമത്താനി, രണ്ട് കലിമത്ത്. കലിമത്താണ് ഒരു വാക്ക്, അല്ലാഹ് എന്ന് പറയുന്ന കലിമത്താണ്. അപ്പൊ കലിമത്താനി ഒരു രണ്ട് കലിമത്തുകൾ. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വളരെ എളുപ്പമായതാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതൊരു ഘനമില്ലാത്തല്ല, വളരെ സതീലത്താണ്, ഘനമില്ലാത്ത, ഘനം കുറഞ്ഞതാണ്. ഇതോ സതീലത്താനി ബിൽ മീസാൻ, നാളെ പരലോകത്തിൽ നമ്മൾക്കുള്ള നല്ലതിനെയും വടക്കിനെയും തൂക്കുന്ന ആ തൂക്കുന്ന സാധനത്തിൽ വെച്ച് തൂക്കുന്ന അവസരത്തിൽ സഖീലത്താനി ഫിൽ മീസാൻ, ഈ രണ്ട് കലിമ വളരെ ഘനമുള്ളതായിരിക്കാം, ഭയങ്കര ഘനം. ആ ഘനം ഉണ്ടാവുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫമൻ സഖലത് മവാസീനുഹു ഫഹുവ ബിഈശത്തി റാദിയ. ഒരുത്തരിക്കുള്ള ആ നല്ലതിങ്ങനെ ഘനമായാൽ അവൻ ബിഈശത്തി റാദിയ, ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ജീവിതമായിരിക്കും, അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതത്തിലായിരിക്കും. അല്ലാഹു ആ കൂട്ടത്തെ ഞങ്ങളെ പെടുത്തട്ടെ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അവനിക്കുള്ള അത്
ഇവിടെ സഫീലത്ത് എന്ന് പറഞ്ഞില്ല, ഖഫീഫത്ത്, അങ്ങനെ ഘനമില്ലാത്തതായി പോയി ഇവനിക്കുള്ള തൂക്കുന്ന ആ സാധനം ഘനമില്ലാണ്ടായി പോയാൽ അവനിക്കുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ താമസിക്കുന്ന സ്ഥലം നരകമായിരിക്കും. അങ്ങനെയുള്ള ആ ആഖിറത്തിന്റെ അകത്ത് പരലോകത്തിൽ നമ്മൾക്കുള്ള ഇബാദത്ത് കൊണ്ടിട്ട് ഈ ഘനമായിട്ട് വേണം. അതിലേക്ക് ഏറ്റവും എളുപ്പത്തിനത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിൽ പറയാൻ വേണ്ടി ഏറ്റവും എളുപ്പവും സഖീലതാനി ഫിൽ മീസാൻ, മീസാൻ തട്ടിൽ വളരെ ഘനവും എന്ന് മാത്രമല്ല ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിലേക്ക് ഏറ്റവും വലിയ സ്നേഹമുള്ളതും അതിനെ പറയുന്ന അല്ലാഹു സ്നേഹിക്കുന്നതും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഉസ്താദിനിക്ക് എന്താ ഉസ്താദ് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ട് കൊടുത്താൽ അവരെപ്പോഴും കാണും അസ്സലാമു അലൈക്കും, ഇവിടെ പള്ളിയിലേക്ക് വരാത്തത് എന്താ ഇന്നും കൊണ്ട് തരാൻ വേണ്ടി, പള്ളിയിലേക്ക് എന്താ വരാത്തത് ഞാൻ വന്നപ്പോൾ വരുമ്പോൾ കുറച്ച് എന്താ തിന്നാമോ അങ്ങനെ. അപ്പൊ അല്ലാഹു തആല നമ്മളെ ഇഷ്ടം വെക്കുന്ന ഞമ്മ ചെയ്തിട്ടാകുമ്പോൾ അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കും. ഇങ്ങനെയുള്ള ഈ സ്നേഹത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. ഇതാണ് ലോകത്തിൽ വെച്ചിട്ട് ആദ്യം പറഞ്ഞ ആളായിരുന്നു, അറിയോ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പോലെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു. മിൻ അദീമിൽ അർദ്, ഭൂമിയിലേക്കുള്ള മുഴുവൻ ഭാഗത്തു നിന്നുള്ള ബാംഗ്ലൂരിന്റെ കുറച്ച് മണ്ണെടുത്ത് പഠിച്ചതല്ല. അത് മക്കത്ത് പോയാൽ അറിയാം. ഒരേ ഉപ്പാന്റെ മക്കൾ കുറെ ആൾ കറുത്തിട്ടുണ്ട്. ആ സുഡാനിക്കാരെല്ലാം കാണുമ്പോൾ പേടിയാണ് അല്ലേ? കുറെ ആൾ വെളുത്തിട്ടുണ്ട് അമേരിക്കക്കാർ ആ ഭാഗത്തുള്ള, പിന്നെ കുറെ മലേഷ്യക്കാർ, എല്ലാം പലതരത്തിലും അവർക്കുള്ള കോലങ്ങളും രൂപങ്ങളും എല്ലാം. എന്തുകൊണ്ടിട്ടാണ് അത് ആദം എന്ന് പറഞ്ഞാൽ മിൻ അദീമിൽ അർദി, ഭൂമിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു മണ്ണെടുത്തും കൊണ്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. അവന്റെ സ്വന്തം കൈ കൊണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ ഖുദ്റത്ത് എന്ന് പറയുന്ന കൈ, 5 വിരലുള്ള കൈ എന്നുള്ള മാനല്ല, അവന്റെ ഖുദ്റത്ത് എന്ന് പറയുന്ന കൈ കൊണ്ട് പടച്ചു. എന്നിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് റൂഹിനെ ഊതി കൊടുത്തു. ആ റൂഹിനെ റൂഹ് എന്ന് പറഞ്ഞ സാധനം എന്തെന്ന് ആർക്കും അറിയാത്ത ആ റൂഹിനെ അല്ലാഹു തആല കൊടുത്ത്, അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ റൂഹ് ശരീരത്തിലേക്ക് പോകുമ്പോൾ ഒരു തുമ്പൽ, ഈ തുമ്പിട്ട് നിർത്തുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ആദ്യം പറഞ്ഞ വാക്കാണെന്ന് അതറിയാം. ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു നിൽക്കാറും ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഉപ്പ പറഞ്ഞതാണ്. ഉപ്പ പറയുന്നത് മക്കൾ പറയുന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ അല്ലാഹു അതിലേക്ക് ഒരു ജവാബ് പറഞ്ഞ റഹ്മത്തുല്ലാഹ്, നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നും കൂടി അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാമോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നേരെ പോയിക്കൊള്ളി, അവിടെ ഒരു കൂട്ടം മലക്കുകളുണ്ട്, ഹംലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ, പലതരത്തിന്റെ മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് നിങ്ങൾ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദം നബി അലൈഹിസ്സലാം ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ തുമ്പിട്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുല്ലാഹി എന്ന് പറഞ്ഞ് എന്നിട്ട് ജിബ്രീൽ ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ പോകുമ്പോൾ അവർ ഇങ്ങനെ കൂട്ടമായി ഇരുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന്. അപ്പോൾ ആ മലക്കുകൾ പറഞ്ഞു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് സലാം മടക്കുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ആദമേ, ഇത് നിനക്കുള്ളയും നിന്റെ മക്കൾക്കുള്ള ഒരു തഹിയ്യത്താണ് എന്ന് അല്ലാഹു. അപ്പൊ ഇതുകൊണ്ട് 2 കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്നെന്താണ്? തുമ്പിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതിൽ പല രഹസ്യങ്ങളും നമ്മൾ തുമ്പുന്നില്ല. എവിടെയെങ്കിലും ആളുണ്ടെങ്കിൽ അതിനെ കുറച്ച് അതിന് ഭയങ്കര വൃത്തിയാക്കി പാടില്ല. ചില ആൾ സുരേഷ്കരിക്കാൻ വേണ്ടി അങ്ങനെ വായി കുളത്തൊക്കെ എടുത്ത കൈനെ വായിലേക്ക് നോക്കണം എന്നാണ് ഹദീസിന്റെ അകത്ത് കാണുന്നത്. കയ്യിൽ നിന്ന് നോക്കണം എന്നെ ഇല്ലാണ്ടാക്കാൻ. പിന്നെ ഉണ്ടെങ്കിൽ അപ്പൊ ചില ആൾ പറയുന്നത് ഷെയ്ത്താൻ വന്നില്ല. ഷെയ്ത്താൻ എന്തല്ല, മോന്റെ ചിന്ത എന്തോ പോകുമ്പോൾ അങ്ങനെ
ഉറങ്ങി കഴിച്ചു ശൈത്താനൊന്ന് പായില്ല. അങ്ങനെ തുമ്പിയ അവസരത്തിൽ നമ്മൾക്ക് സുന്നത്തായിട്ട് സുന്നത്തറിയ നടപടി ആദം നബി അലൈഹിസ്സലാമിന്റെ നടപടിയാണെന്ന് പറയുന്നത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. തുമ്പിയ അവസരത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അത് നമ്മൾക്ക് പറയുന്നത് സുന്നത്താണ്, നടപടി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞില്ലേ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വാജിബാണ്, ഹക്കാണ്, നമ്മളെ കടമ, ഒഴിക്കാൻ പാടില്ല. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, റിവായത്തിൽ സിക്തം. ഒരു മുസ്ലിം പിന്നെ ഒരു മുസ്ലിമിലേക്ക് 5 or 6 ഹക്കുകൾ. അതിൽ ഒന്ന് തുമ്പിയാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവന് റഹ്മത്തുണ്ട്. ഒന്നാണ്. പിന്നെന്താ, സലാം പറഞ്ഞാൽ മടക്കൽ. സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ അവന്റെ പേര് കടമയാണ്, വുജൂബാണ്. സലാം മടക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം. ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ നമ്മൾക്ക് നടപടിയായിട്ട് വന്നതാണ്. കണ്ടാൽ അപ്പം തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. മനസ്സിലായി? വിഷയം എത്രയോ മൂസക്ക അസ്സലാമു അലൈക്കും പറ്റൂല. ആദ്യം മൂസക്കാരെ പേര് വിളിച്ചിട്ട് പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അത് പറ്റില്ല, അത് കൂലി കിട്ടല്ല. കണ്ടെങ്കിൽ സലാം കൊണ്ടും ഉണ്ടേണ്ടതാണ്. സലാം സംസാരിച്ചിട്ട് സലാം പറഞ്ഞാൽ അതിന് സംസ്ഥാനമില്ല. അപ്പൊ അങ്ങനെ ആ സലാം പറയാൻ, അതേപോലെ തന്നെ സലാം മടക്കലും ഇതും സുന്നത്താണ്. അത് ഹക്കായ ഒരു സംഗതിയാണിത്. ഇങ്ങനെയുള്ള നടപടി ആദം നബി അലൈഹിസ്സലാം മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഓരോരുത്തരും ഞാൻ പറഞ്ഞതിന്റെ വൽഹാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക. അതെങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് ഇതിന്റെ ബഖിയത്തിനെ പറയാനും കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് തരട്ടെ. ഓരോരുത്തരും കേട്ടത് കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്യണം. ഉസ്താദിനെ കണ്ടെങ്കിൽ മാത്രം സലാം പറയില്ല. ആരെ കണ്ടാൽ, മുസ്ലിമിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും. ഒരു കാഫിർ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ എന്താണ് നീ സലാമാണ്, സലാമുൻ അലാ മൻ ഇത്തബഅ ഹുദാ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാമുൻ അലാ മൻ ഇത്തബഅ ഹുദാ എന്ന് സലാം. മനസ്സിലായി? മുസ്ലിമിനിക്കാണ് നീ സലാം പറയേണ്ടത്. നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് സലാം പറയാം, നിന്റെ മക്കളോട് സലാം പറയാം. ഇതെല്ലാം നമ്മൾ പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ബഖിയത്തിനെ പറയാനും കേൾക്കാനും തൗഫീഖ് തരട്ടെ. റഹ്മാനുർ റഹീമായ തമ്പുരാനെ ഞങ്ങളെല്ലാം സാധുക്കളാണ് റഹ്മാനെ. ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നു റഹ്മാനെ. നിന്റെ വജീനെ കരുതി പാതിരാബന്ധം കൊണ്ട് നിസ്കരിച്ച് നിന്നോട് ഞങ്ങൾ കൈവേർക്കുന്നു റഹ്മാനെ. നീ ഞങ്ങളെ ഹായിവായി മടക്കിക്കളയല്ല റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل